ഏവർക്കും സൈലം SSC-RRB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSC CGL പരീക്ഷയിലൂടെ ലഭിക്കുന്ന പോസ്റ്റുകളെ പറ്റിയും അതിന്റെ സാലറി ബെനിഫിറ്റുകളെ പറ്റിയും ഒക്കെയാണ്. ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നം കാണുന്നവർ, അതായത് ഒരു ബിരുദ യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സാം ആണ് SSC CGL എന്ന് പറയുന്നത്, അല്ലെ? CGL എന്നാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എന്നാണ്. ബിരുദ യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണ് SSC CGL എന്ന് പറയുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളായ ഇൻകം ടാക്സ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI മുതലായ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ എക്സാം വഴിയാണ്. ഈ ജോലികളിൽ നമുക്ക് ലഭിക്കുന്ന സാലറികളും ബെനിഫിറ്റുകളുമാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ജോലിയെ പറ്റി സ്വപ്നം കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അതിന്റെ സാലറിയും ബെനിഫിറ്റുകളും ഒക്കെ എത്രയാണ് എന്ന് അറിയാൻ ആഗ്രഹിക്കും. ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. നമുക്ക് ഓരോ പോസ്റ്റുകളിലേക്കും ഡീറ്റെയിൽ ആയി പോകാം. അതിന്റെ സാലറിയും കാര്യങ്ങളും ഒക്കെ എത്രയാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായും നമ്മുടെ മുമ്പിലുള്ളത് ഈ എക്സാം വഴി 34 പോസ്റ്റുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിനെ പല പേ ലെവലുകളായിട്ട് നമുക്ക് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേ ലെവൽ 7 പറ്റിയാണ്. ഇത് 7th പേ കമ്മീഷന്റെ പ്രകാരമാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഈ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത് 2025 മാർച്ചിലാണ്. ഈ ഡ്യൂറേഷൻ, ഈ ടൈം പ്രകാരമുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇനി 8th പേ കമ്മീഷൻ ഒക്കെ വരാനുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകും. 7th പേ കമ്മീഷൻ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. പേ ലെവൽ 7ന്റെ ബേസിക് പേ വരുന്നത് 44,900 to 1,42,400 ആണ്. ഇതാണ് ബേസിക് പേ വരുന്നത്, 44,900. ഇതിലേക്കുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഏതാണെന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഒന്ന് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആണ്. സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ആണ് ഈ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഇതൊരു ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. നമുക്കറിയാം ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് IAS IPS പോലുള്ള പോസ്റ്റുകളാണല്ലോ. അതിന് തൊട്ട് താഴെയാണ് നമ്മളുടെ ഗ്രൂപ്പ് ബി വരുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 20 to 30 years, 20 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഇന്റലിജൻസ് ബ്യൂറോ ആണ്. അത് ഗ്രൂപ്പ് ബി ആണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ് പ്രായപരിധി. ഇനി അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൽ വരുന്നുണ്ട്. അതും ഒരു ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. 20 to 30 years ആണ് അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. 20 to 30 years ആണ് അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ AFHQ, അല്ലെ, ആംഡ് ഫോഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് AFHQ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഗ്രൂപ്പ് ബി ആണ്. 20 മുതൽ 30 വയസ്സ് വരെയാണ് അതിന്റെ പ്രായപരിധി. ഇനി അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വരുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഗ്രൂപ്പ് ബി ആണ്. 18 to 30 years ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓർഗനൈസേഷൻ, ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ്. ഇതെല്ലാം പേ ലെവൽ 7ൽ വരുന്നതാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല. 7ൽ വരുന്ന ഒരു കുറച്ചധികം പോസ്റ്റുകൾ കൂടെ ഉണ്ട്. അടുത്ത പോസ്റ്റ് ആണ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, അല്ലെ, CBDT വരുന്നതാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്, അതാണ് നമ്മുടെ CBDT എന്ന് പറയുന്നത്. ഇത് ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. 18 to 30 ആണ് ഏജ് ലിമിറ്റ്. അടുത്തത് ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് ആണ്. CBIC ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഇതാണ് CBIC എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻസ്പെക്ടർ ഉണ്ട്, ദാറ്റ് ഈസ് പ്രിവെന്റീവ് ഓഫീസർ. അതും എന്താണ്, CBICയിൽ തന്നെ വരുന്നതാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്, ഗ്രൂപ്പ് ബി ആണ്. 18 to 30 വയസ്സ് വരെയാണ് ഇതിന്റെയും പ്രായപരിധി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇൻസ്പെക്ടർ അഥവാ എക്സാമിനർ വരുന്നുണ്ട്. ഗ്രൂപ്പ് ബി ആണ്. 18 to 30 ആണ്. ഈ പ്രിവെന്റീവ് ഓഫീസർ എന്ന് ഉദ്ദേശിക്കുന്നത് കസ്റ്റംസ് ഓഫീസറെ തന്നെയാണ്. നമ്മൾ ആ വൈറ്റ് ഡ്രസ്സിലൊക്കെ കാണുന്ന കസ്റ്റംസ് ഓഫീസറെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
ദെൻ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഉണ്ട്. സോ അത് വരുന്നത് ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, ഗ്രൂപ്പ് ബി ആണ്. 18 to 30 ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ സബ് ഇൻസ്പെക്ടർ ഉണ്ട്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBI. ഓക്കെ, ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ജോബാണ്. സോ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. 20 to 30 ഇയേഴ്സ് ആണ് വരുന്നത്. അതേപോലെ ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് മിനിസ്ട്രി കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. ഗ്രൂപ്പ് ബി ആണ്. 18 to 30 ആണ്. എഗെയിൻ ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. 18 to 30. സോ ഈ പോസ്റ്റുകളുടെ എല്ലാം ബേസിക് പേ വരുന്നത് 44,900 ആണ്. 44,900 ആണ് ബേസിക് പേ. സോ ബേസിക് പേ അല്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത്. അതിനോടുകൂടെ കുറെ അഡീഷൻസ് ഒക്കെ വരാനുണ്ട്. സോ അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണും. അപ്പോൾ നമ്മൾ ലെവൽ 6 പോസ്റ്റുകളെ കൂടി ഒന്ന് പരിചയപ്പെടാം. സോ ലെവൽ 6 പോസ്റ്റിൽ വരുന്നത് അതിന്റെ ബേസിക് പേ വരുന്നത് 35,400 രൂപയാണ് ബേസിക് പേ വരുന്നത്. സോ ഏതൊക്കെയാണ് അതിലുള്ള പോസ്റ്റുകൾ എന്ന് നോക്കിയാലോ. അതിലുള്ള പോസ്റ്റ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വരുന്നുണ്ട്. അതർ മിനിസ്ട്രീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓർ ഓർഗനൈസേഷൻ. അതേപോലെ ഇത് ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഏജ് ലിമിറ്റ് 18 to 30 ആണ്. അതേപോലെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആൻഡ് CBIC ആണ് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഗ്രൂപ്പ് ബി ആണ്. 18 to 30. മറ്റൊരു പോസ്റ്റ് റിസർച്ച് അസിസ്റ്റന്റ് ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അഥവാ NHRCയുടെ അണ്ടറിൽ വരുന്നതാണ്. ഗ്രൂപ്പ് ബി തസ്തികയാണ്. 18 to 30. ഇനി വരുന്നത് ഡിവിഷണൽ അക്കൗണ്ട് ആണ്. നമ്മുടെ C&AGയുടെ അണ്ടറിൽ വരുന്നതാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. 18 to 30 വയസ്സാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സബ് ഇൻസ്പെക്ടർ ആണ്. നമ്മൾ NIA എന്നൊക്കെ ഒരുപാട് തവണ വാർത്തകളിൽ കേൾക്കാറുണ്ട് അല്ലെ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഗ്രൂപ്പ് ബി തസ്തികയാണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ്. പിന്നെ അടുത്തതായി വരുന്നത് സബ് ഇൻസ്പെക്ടർ ഓർ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ അണ്ടറിലാണ്. അതും ഒരു ഗ്രൂപ്പ് ബി തസ്തികയാണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. സോ ഇനിയും കഴിഞ്ഞില്ല. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, ഗ്രൂപ്പ് ബി ആണ്. 18 to 32 വയസ്സ് വരെ. സോ ഇവിടെ ഒരു അഡീഷൻ 2 വർഷം കൂടെ കാണാൻ പറ്റുന്നുണ്ട്. 32 ആണ് ഇതിന്റെ പ്രായപരിധി എന്ന് മറന്നു പോകരുത്. സോ ഇതെല്ലാം CGL വഴി തന്നെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പോസ്റ്റ് ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇതിന്റെ ലെവലിനനുസരിച്ച് സാലറിയിൽ വ്യത്യാസങ്ങളുണ്ട്. സോ പേ ലെവൽ 7 ആണ് നമ്മൾ ആദ്യം കണ്ടത്. രണ്ടാമത് കണ്ടത് പേ ലെവൽ 6 ഇനി പേ ലെവൽ 5 കുറച്ച് ജോബുകളുണ്ട്. അതുകൂടി കാണാം. എന്നിട്ട് ഏറ്റവും അവസാനം നമുക്ക് ഫുൾ സാലറിയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. സോ പേ ലെവൽ 5 വരുന്നത് ഓഡിറ്റർ ആണ്. സോ ഓഫീസസ് അണ്ടർ C&AG, ഗ്രൂപ്പ് സി തസ്തികയാണ്. 18 മുതൽ 27 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി. അഗെയിൻ അടുത്തത് ഓഡിറ്റർ ആണ്. സോ ഓഫീസസ് അണ്ടർ CGDA, ഗ്രൂപ്പ് സി തസ്തികയാണ്. 18 to 27 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി. വീണ്ടും ഓഡിറ്റർ നമുക്ക് കാണാം. അത് അതർ മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെന്റ്, ഗ്രൂപ്പ് സി തസ്തികയാണ്. 18 to 27. അഗെയിൻ അക്കൗണ്ടന്റ് ഓഫീസേഴ്സ് അണ്ടർ C&AG, ഗ്രൂപ്പ് സി ആണ്. 18 to 27. അക്കൗണ്ടന്റ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, ഗ്രൂപ്പ് സി. 18 to 27 തന്നെ ഏജ് ലിമിറ്റ്. അക്കൗണ്ടന്റ് ഓർ ജൂനിയർ അക്കൗണ്ടന്റ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ളത്, ഗ്രൂപ്പ് സി. 18 to 27. ഇതിന്റെ സാലറി വരുന്നത് 29,200 ആണ് ബേസിക് പേ എന്ന് മനസ്സിലാക്കുക. ഇനി പേ ലെവൽ 4 കൂടെ ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. സോ അതുകൂടി നമുക്ക് കാണാം. ഈ 34 പോസ്റ്റുകളിലേക്കാണ് CGL എക്സാം വഴി നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ 25,500 ആണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ബേസിക് പേ എന്ന് പറയുന്നത്. ബേസിക് പേ മാത്രമാണിത്, ഗ്രോസ് പേ അല്ല അത് എന്ന് മനസ്സിലാക്കണം. സോ പോസ്റ്റൽ അസിസ്റ്റന്റ് ഓർ സോർട്ടിംഗ് അസിസ്റ്റന്റ്. സോ മുമ്പ് CHSL വഴിയായിരുന്നു ഈ പോസ്റ്റ് റിക്രൂട്ട്മെന്റ് നടന്നിരുന്നത്. സോ ഇപ്പോൾ ഇത് CGL വന്നിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. 18 മുതൽ 27 വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായപരിധി. അടുത്തത് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഓർ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആണ്. സോ ഇത് സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഓർ മിനിസ്ട്രീസ് അതർ ദാൻ CSCS കേഡേഴ്സ് ആണ്. ഗ്രൂപ്പ് സി ആണ്. 18 to 27. ദെൻ 31ാമത്തെ പോസ്റ്റ് വരുന്നത് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ്.
മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ് ഓർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഗ്രൂപ്പ് സി ആണ് 18 to 27 ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ടാക്സ് അസിസ്റ്റന്റ് അത് CBDT വരുന്നതാണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിലാണ്, ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്, 18 to 27 ആണ്. ദെൻ ടാക്സ് അസിസ്റ്റന്റ് CBIC വരുന്നുണ്ട്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ വരുന്നതാണ്, ഗ്രൂപ്പ് സി ആണ്, 18 to 27 ആണ്. And finally, sub-inspector in Central Bureau of Narcotics and Ministry of Finance Group C post ആണ് 18 to 27. സോ ഈ 34 പോസ്റ്റുകളിലേക്കാണ് CGL എക്സാം വഴി റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അതായത് ബിരുദ യോഗ്യതയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന കേന്ദ്ര സർക്കാർ CGL വഴി കയറാൻ പറ്റുന്ന കേന്ദ്ര സർക്കാർ ജോലികൾ. സോ ഇനി നിങ്ങളേവരും കാത്തിരിക്കുന്ന ഇതിന്റെ സാലറി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. സോ നമുക്ക് പേ ലെവൽ 7 ഒരു എംപ്ലോയിയുടെ സാലറി എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ പേ ലെവൽ 7 ഒരു എംപ്ലോയിയാണ് നമ്മൾ എടുക്കുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ സാലറി എന്ന് പറയുന്നത് കുറച്ചധികം കാര്യങ്ങൾ ആഡ് ചെയ്ത് കിട്ടുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ബേസിക് പേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക് പേ നിങ്ങൾക്ക് ഇവിടെ ഓരോ സ്ഥലത്തും ഇവിടെ ബേസിക് പേ കാണാം അല്ലെ. ലെവൽ 4 ബേസിക് പേ ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച്, ലെവൽ 5 ബേസിക് പേ ഇതാണ്, ലെവൽ 6 ഇതാണ്, ലെവൽ 7 ബേസിക് പേ എന്ന് പറയുന്നത് 44900, അതായത് 44,900 ആണ്. സോ അതിനെയാണ് നമ്മൾ ബേസിക് പേ എന്ന് വിളിക്കുന്നത്. അടുത്ത കമ്പോണന്റ് ആണ് ഡിയർനെസ് അലവൻസ് അഥവാ DA എന്ന് പറയുന്നത്. സോ എന്താണ് ഈ DA എന്ന് പറയുന്നത്? സോ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വർഷങ്ങൾ പോകുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ മാർക്കറ്റില് വസ്തുക്കളുടെ വില കൂടും. ഇന്നലെ 10 രൂപയായിരുന്ന ചായക്ക് 12 രൂപയാകും, 22 രൂപയായിരുന്ന പാലിന് 28 രൂപയാകുന്നു. അങ്ങനെ ഇൻക്രീസ് വരുന്നുണ്ട്. സോ അതിനനുസരിച്ചുള്ള ആ ഇൻഫ്ലേഷനൊക്കെ അനുസരിച്ചുള്ള ആ ഇൻക്രീസിനെ ഒക്കെ എന്ത് ചെയ്യാൻ അതിന് ഒപ്പം എന്താണ് നമ്മളുടെ ചെലവുകൾ വർദ്ധിക്കുന്നുണ്ട്. സോ അതിനുവേണ്ടി സർക്കാർ എന്ത് ചെയ്യുന്നു? DA ഇങ്ങനെ കാലാകാലത്തിനനുസരിച്ച് ഇൻഫ്ലേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും? കൂട്ടിക്കൊണ്ടിരിക്കും. സോ അതാണ് ഡിയർനെസ് അലവൻസ് അഥവാ DA എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്ത കമ്പോണന്റ് ആണ് HRA എന്ന് പറയുന്നത്, ഹൗസ് റെന്റ് അലവൻസസ്. HRA എന്ന് പറഞ്ഞാൽ ഹൗസ് റെന്റ് അലവൻസ്, നമ്മുടെ ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് ഹൗസ് റെന്റുമായി ബന്ധപ്പെട്ട അലവൻസ്, പക്ഷെ അത് എല്ലാവർക്കും ലഭിക്കുന്നതാണ് നമ്മുടെ സാലറിയുടെ കൂടെ തന്നെ. സോ ഹൗസ് റെന്റ് നമ്മുടെ താമസത്തിനുള്ള ഒരു അലവൻസ് ആണ്, അത് നമുക്ക് കിട്ടുന്നത്. അടുത്ത അലവൻസ് ആണ് നമുക്കറിയാവുന്നത് പോലെ TA, ട്രാവലിംഗ് അലവൻസ്. ഓക്കെ, ട്രാവൽ അലവൻസുകൾ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. സോ ഈ 4 കമ്പോണന്റുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ സാലറിയിലേക്ക് വരുന്നത്. സോ നമ്മുടെ സാലറി എന്ന് പറയുമ്പോൾ ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA പ്ലസ് TA, ഇതാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ സാലറി വരുന്നത്. ഇനി നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ സിറ്റികളെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന ലൊക്കേഷനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ ഇന്ത്യയിൽ ഏത് ലൊക്കേഷൻ ആണെങ്കിലും അത് ഈ 3 കാറ്റഗറിയിൽ ഏതിലെങ്കിലും പെടും. അതിൽ ഒന്നാമത്തേതാണ് എക്സ് സിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ് എക്സ് സിറ്റീസ്? മോസ്റ്റ് പോപ്പുലേറ്റഡ് അർബൻ സിറ്റീസ് വിത്ത് എ പോപ്പുലേഷൻ എക്സീഡിങ് 50 lakhs, 50 ലക്ഷത്തിന് മുകളിൽ പോപ്പുലേഷൻ ഉള്ള സിറ്റികളാണ് എന്ത്? എക്സ് സിറ്റീസ് എന്ന് പറയുന്നത്. അതായത് വലിയ വലിയ നഗരങ്ങൾ അല്ലെ, ഡൽഹി, മുംബൈ പോലെയൊക്കെയുള്ള വലിയ നഗരങ്ങൾ, 50 ലക്ഷത്തിൽ മുകളിൽ പോപ്പുലേഷൻ വരുന്ന സിറ്റീസ്. അവിടെ വരുന്ന HRA എന്ന് പറയുന്നത് 30% ആണ്. സോ അവിടുത്തെ HRA എത്രയാണ്? 30% ആണ് നമ്മളുടെ എക്സ് സിറ്റീസിലെ എന്ത് HRA എന്ന് പറയുന്നത്. 30%. ഓക്കെ, എന്തിന്റെ 30%? ബേസിക് പേയുടെ 30%. ഇനി അടുത്ത കാറ്റഗറിയാണ് വൈ സിറ്റീസ് എന്ന് പറയുന്നത്. സോ ഹാവ് എ പോപ്പുലേഷൻ ബിറ്റ്വീൻ 5 lakhs and 50 lakhs, 5 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയിൽ പോപ്പുലേഷൻ ഉള്ള സിറ്റികളാണ് വൈ സിറ്റീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ അവിടെ നമുക്ക് ലഭിക്കുന്ന HRA എന്ന് പറയുന്നത് 20% ആണ്. എന്തിന്റെ? നമ്മളുടെ ബേസിക് പേയുടെ 20% കിട്ടുന്നത്. നമ്മുടെ കേരളം എടുക്കുവാണെങ്കിൽ കേരളത്തിൽ എക്സ് സിറ്റീസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, വൈ സിറ്റീസ് ഉണ്ട്, ഒരുപാട് സിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരെണ്ണം പറയുവാണെങ്കിൽ നമ്മളുടെ കൊച്ചി ഒരു വൈ സിറ്റിയാണ്, അതേപോലെ കോഴിക്കോട് ഒരു വൈ സിറ്റിയാണ്. അതിൽ കൂടുതലുണ്ട്,
ഞാൻ 2 എക്സാമ്പിളുകൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. സോ കേരളത്തിലെ വൈ സിറ്റീസ് നമുക്ക് കൊച്ചിയും കോഴിക്കോടും എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇനി സെഡ് സിറ്റീസ് എന്ന് പറയുന്നത് റൂറൽ ഏരിയാസ് ആണ്. 5 ലക്ഷത്തിൽ താഴെ പോപ്പുലേഷൻ ഉള്ളതാണ്. അവിടുത്തെ HRA എന്ന് പറയുന്നത് 10% ആയിരിക്കും. നമ്മൾ റൂറൽ ഏരിയാസിലേക്ക് പോകുന്തോറും നമ്മുടെ ജീവിത ചെലവും വാടകയും ഒക്കെ കുറവായിരിക്കില്ലേ. സോ അതാണ് ഇതിലെ വേരിയേഷൻ. നമ്മൾ വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ റെന്റും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ വേരിയേഷൻ വരുന്നത്. സോ ഒരു എക്സ് സിറ്റിയിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന HRA 30% ആയിരിക്കും. വൈ സിറ്റിയിലാണെങ്കിൽ 20% എന്തിന്റെ ബേസിക് പേയുടെ ആണ്. സെഡ് സിറ്റിയിലാണെങ്കിൽ ബേസിക് പേയുടെ 10% ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന HRA. സോ ഇതും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സാലറി കാൽക്കുലേഷനിലേക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ കാണാൻ പോകുന്നത് സാലറി ഓഫ് എ പേഴ്സൺ വർക്കിംഗ് ഇൻ വൈ സിറ്റിയിലാണ്. വൈ സിറ്റി നമ്മൾ പറഞ്ഞില്ലേ, കൊച്ചി കോഴിക്കോടൊക്കെ പോലെയുള്ള ഒരു സിറ്റിയാണ് എന്ത് വൈ സിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇത് ഏത് ലെവലിലുള്ള എംപ്ലോയി ആണ്? പേ ലെവൽ 7 നിൽക്കുന്ന എംപ്ലോയി ആണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഒക്കെ പോലെയുള്ള പേ ലെവൽ 7 നിൽക്കുന്ന ഒരു എംപ്ലോയിക്ക് എത്രയാണ് സാലറി കിട്ടുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം പേ ലെവൽ 7 ബേസിക് പേ എന്ന് പറയുന്നത് 44,900 ആണ്. 44,900 രൂപയാണ് അവരുടെ ബേസിക് പേ വരുന്നത്. ഇനി അവർക്ക് ഡിയർനെസ് അലവൻസ് കിട്ടുന്നുണ്ട്. സോ അതെന്ന് പറയുന്നത് ബേസിക് പേയുടെ 53%. സോ അത് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്താണ്, അതായത് 2025 മാർച്ചിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ഉള്ള അപ്ഡേറ്റഡ് ഡാറ്റയാണ്. നിലവിൽ ഒരു കേന്ദ്ര സർക്കാർ എംപ്ലോയിക്ക് കിട്ടുന്ന DA, ഇപ്പോൾ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന DA 53% ബേസിക് പേഡ്. അത് എന്ത് ചെയ്യും? അത് കൂടിക്കൊണ്ടിരിക്കും. 6 മാസങ്ങളൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ റിവിഷൻ വന്നുകൊണ്ടിരിക്കും, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. റിവൈസ് ചെയ്യുമ്പോൾ അത് മുൻകാല പ്രാബല്യത്തോടു കൂടിയൊക്കെ അത് ലഭിക്കാറുണ്ട്. അത് മാറ്റങ്ങൾ DA ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ DA ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ പുതിയ പേ കമ്മീഷൻ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? DA 0 സെറ്റ് ചെയ്യും. ബേസിക് പേ ഇൻക്രീസ് ആവും. പിന്നെയും അടുത്ത പേ കമ്മീഷൻ വരുന്നത് വരെ DA ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ 44,900 53% എന്ന് പറയുന്നത് എത്രയാണ്? 23,797 രൂപയാണ്. 23,797 റുപ്പീസ്. ഇനി അടുത്തത് HRA ആണ്. സോ HRA നമ്മളിവിടെ പല സിറ്റീസ് പറഞ്ഞു. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് വൈ സിറ്റിയിലുള്ള ഒരു പേഴ്സണെയാണ്. സോ അത് നമുക്ക് കാലിക്കറ്റ് അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. സോ അവിടെ എത്രയാണ്? 20%. ഇനി നിങ്ങളൊരു വില്ലേജിലാണെങ്കിൽ 10% കിട്ടുള്ളൂ. സപ്പോസ് നിങ്ങളൊരു എക്സ് സിറ്റീസ്, അതായത് ഒരു ഹൈലി പോപ്പുലേറ്റഡ്, അതായത് 50 lakhs above പോപ്പുലേഷൻ ഉള്ളിടത്താണെങ്കിൽ അത് 30% കിട്ടും. സോ അപ്പൊ 20% ഓഫ് ദിസ് ബേസിക് പേ, അതായത് 44,900 നമുക്ക് കിട്ടും. 8,980 അതാണ് ലഭിക്കുന്ന HRA. അതായത് 8,980 രൂപയാണ് ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തത് TA ആണ്, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ആണ്. സോ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ TA കൊടുക്കുമ്പോൾ ഗവൺമെന്റിന് വേറൊരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. അത് TPTA സിറ്റീസ് എന്ന് പറയും. TPTA സിറ്റീസ്. ഈ TPTA സിറ്റീസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് കൂടുതലുള്ള സിറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് TPTA സിറ്റീസ്. ഇപ്പൊ കേരളത്തിലുള്ള 2 TPTA സിറ്റീസ് ആണ് കാലിക്കറ്റ് അല്ലെങ്കിൽ കോഴിക്കോട് ആൻഡ് കൊച്ചി എന്ന് പറയുന്നത്. ഇത് രണ്ടും TPTA സിറ്റീസ് ആണ്. സോ ഈ TPTA സിറ്റീസിൽ നമുക്ക് ലഭിക്കുന്നത് 3,600 രൂപ നമ്മുടെ TA ആണ്. പ്ലസ് നമ്മളുടെ എന്താണ് TA-യുടെ 53%. അതായത് DA എത്ര ശതമാനമാണ്? 53% അല്ലേ? അപ്പൊ ഈ 3,600ന്റെ 53% കൂടെ അഡീഷണൽ ആയിട്ട് ലഭിക്കും. സപ്പോസ് TPTA സിറ്റി അല്ല എങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 1,800 പ്ലസ് 53% ഓഫ് 1,800 ആണ്. ഈ 3,600 നേരെ പകുതിയാകും. TPTA സിറ്റിയിലാണ് 3,600 ലഭിക്കുന്നത്. സോ ഇപ്പൊ ഞാൻ പറയുന്നത് കോഴിക്കോടോ കൊച്ചിയിലോ വർക്ക് ചെയ്യുന്ന ഒരു പേ ലെവൽ 7 നിൽക്കുന്ന ഒരു എംപ്ലോയിയെ ബേസ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. സോ കോഴിക്കോട് ആൻഡ് കൊച്ചി TPTA സിറ്റിയിൽ വരുന്ന സിറ്റിയാണ്. സോ അതുകൊണ്ട് TA 3,600 തന്നെയാണ്.
പ്ലസ് അതിന്റെ കൂടെ 53% ഓഫ് 3600 കൂടെ കിട്ടും. അപ്പോൾ 5508 ആയിരിക്കും TA വരുന്നത്. ഇനി TPTA സിറ്റിയിൽ അല്ലാത്ത ഒരാളാണെങ്കിൽ ഇതിന്റെ നേരെ പകുതി 1800 പ്ലസ് 53% ഓഫ് 1800 ആയിരിക്കും നെറ്റ് TA വരുന്നത്. സോ TA 5508. സോ ടോട്ടൽ നമുക്ക് വരുന്നത് 83,000. എന്തൊക്കെ ഇതെല്ലാം ആഡ് ചെയ്യും. ഈ 44,900 പ്ലസ് 23,797 പ്ലസ് 8,980 പ്ലസ് 5,508 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് ടോട്ടൽ നമുക്ക് ലഭിക്കുന്ന ഗ്രോസ് പേയ്മെന്റ് എത്രയാണ്? 83,185. 83,185 രൂപ. സോ ഇതാണ് നിങ്ങൾ എന്താണ് ഒരു CGL എക്സാം ക്രാക്ക് ചെയ്ത് പേ ലെവൽ 7 എംപ്ലോയി ആയിട്ട് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ നല്ല ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സോ ഇതാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ പെൻഷൻ NPS ആണല്ലേ, സോ നാഷണൽ പെൻഷൻ സ്കീമാണ്, അതിന്റെ ഒരു ഡിഡക്ഷൻ ഉണ്ടാകും. സോ ആ ഡിഡക്ഷൻ കൂടെ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. സോ ആ NPSന്റെ ഒരു ഡിഡക്ഷൻ അതിൽ വരും. സോ ആ NPS ഡിഡക്ഷൻ എങ്ങനെയാണെന്നും കൂടി നോക്കാം. നമുക്ക് കിട്ടുന്നത് 83,185 ആണ്. സോ പെൻഷൻ സ്കീമിലേക്കാണ് ബാക്കി ഈ ഡിഡക്ഷൻ പോകുന്നത്. അതെവിടെ നഷ്ടപ്പെട്ടു പോകുന്നതല്ല, ഇത് പെൻഷൻ സ്കീമിലേക്ക് പോകുന്നതാണെന്ന് മനസ്സിലാക്കണം. സോ 10% ഓഫ് ബേസിക് പ്ലസ് DA ആണ് ഒരു എംപ്ലോയി എന്ത് ചെയ്യേണ്ടത്? പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതേപോലെ ഗവൺമെന്റിന്റെയും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. സോ നമ്മൾ ഒരു എംപ്ലോയിയുടെ ബേസിസിൽ നോക്കുവാണെങ്കിൽ 10% ഓഫ് ബേസിക് പ്ലസ് DA ആയിരിക്കും. സോ ബേസിക് ഇവിടെ 44,900 നമ്മുടെ DA 23,797 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ 10% ഓഫ് ഈ വാല്യൂ വരുന്നത് 6,869.7 ആണ്. സോ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ഈ 6,000 കുറച്ചാൽ എത്രയാണ് ഇൻ ഹാൻഡിലേക്ക് വരുന്നത്? 76,315.3. ഓക്കെ, സോ 76,315 രൂപ 30 പൈസ. സോ ഈ കാൽക്കുലേഷനിലേക്കാണ്, ഇതിലെ ഈ ഒരു വാല്യൂവിലേക്കാണ് നമ്മുടെ കയ്യിൽ മാസം ഇൻ ഹാൻഡ് ആയിട്ട് വരുന്നത്. മറ്റേത് 6,000 എന്താണ് പെൻഷൻ ഇതിനു വേണ്ടി പോകും. അതെവിടെ പോകുന്നല്ല, അത് നമുക്ക് തന്നെ ഉള്ളതാണ്. നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്യും, ഗവൺമെന്റും ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എന്ത് ചെയ്യും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. സോ പല ഉദ്യോഗാർത്ഥികൾക്കും ഈ സാലറിയെ പറ്റിയൊക്കെ പല കൺഫ്യൂഷൻസ് അവർ പങ്കുവച്ചിരുന്നു. സോ അതിനൊരു ക്ലാരിറ്റി കൊടുക്കുക. അതേപോലെ തന്നെ ഇനി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റി ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത് ചെയ്തത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇനി ബാക്കി പോസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പേ ലെവൽ 6 ആണെങ്കിൽ ബേസിക് എത്രയാണ്? 35,400 ആണ്. അതേപോലെ പേ ലെവൽ 5 ആണെങ്കിൽ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത 29,200. പേ ലെവൽ 4 ആണെങ്കിൽ 25,500. സോ എന്താണ് ഈ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, എക്സിറ്റിയും വൈസിറ്റിയുടെ കാര്യങ്ങളും. ആകെ ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂ മാത്രം മാറുന്നു എന്നേ ഉള്ളൂ. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ DAയും അതേപോലെ HRAയും ഒക്കെ മാറും. സോ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് ഇതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ സൈലം നിങ്ങൾക്ക് മുമ്പിലേക്ക് ഒരുപാട് ബാച്ചുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ ആ ബാച്ചുകളെ നമുക്ക് പരിചയപ്പെടാം. സോ അതിൽ ഏറ്റവും ഒന്നാമത്തെ ബാച്ച് എന്ന് പറയുന്നത് SSC CGL സെലക്ഷൻ ബാച്ച് ആണ്. അതായത് CGL എക്സാമുകൾക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ ഉതകുന്ന ഒരു ബാച്ചാണിത്. നമ്മൾ കണ്ടു കഴിഞ്ഞു, നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസർ അതേപോലെ CBI ഓഫീസർ മുതലായ തസ്തികകളിലേക്കൊക്കെ CGL എക്സാം വഴിയാണ് നമ്മൾ എൻ്റർ ആവുന്നത്. സോ അത്തരം എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ബാച്ചാണ് SSC CGL സെലക്ഷൻ ബാച്ച് എന്നത്. ഇവിടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 12th മാർച്ചിനാണ്, 2025 400+ hours of live classes, 400+ hours of live classes, 2 to 4 classes daily, 2 മുതൽ 4 വരെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ദിവസവും എക്സ്പെക്ട് ചെയ്യാം. വീക്ക്ലി 5 to 6 days ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ ഈ ബാച്ചിന്റെ ഫീ വരുന്നത് 5,999 ആണ്, 5,999 രൂപയാണ്. ഈ ജോലികളുടെയൊക്കെ സാലറിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. സോ ഒന്ന് മെനക്കെട്ടാൽ, ഒന്ന് മനസ്സിരുത്തി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ജോലി. സോ നിങ്ങൾ ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. നിങ്ങളുടെ കംഫർട്ട് സ്പേസിലിരുന്ന്, അതെവിടെയാണെങ്കിലും, നിങ്ങളുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റെവിടെയാണെങ്കിലും ഇരുന്ന് സ്വസ്ഥമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ മറക്കണ്ട, SSC CGL സെലക്ഷൻ ബാച്ച്.
ഇനി +2 യോഗ്യതയുള്ളവരും വിഷമിക്കേണ്ട, അവർക്കും ഒരു ബാച്ച് ഉണ്ട്. സോ +2 കംപ്ലീറ്റ് ആയവർ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ്. സോ +2 യോഗ്യത ഉള്ളവരെ പരിഗണിക്കുന്ന എക്സാം ആണല്ലോ CHSL എന്ന് പറയുന്നത്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. സോ ഇതും നല്ല സാലറി ഒക്കെ ഉള്ള പോസ്റ്റുകൾ തന്നെയാണ്. സോ SSC ലെജൻഡ്സ് ബാച്ച് ആണ് സൈലം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 19 മാർച്ചിനാണ്. ഇതിനും 400+ hours ഓഫ് ലൈവ് ക്ലാസ്സസ് യു ക്യാൻ എക്സ്പെക്ട്. 2 to 4 ക്ലാസ്സസ് ഡെയിലി ഉണ്ടാകും, വീക്ക്ലി 5 to 6 ഡേയ്സ് ക്ലാസ് ഉണ്ടാകും. സോ ഈ ബാച്ചിന്റെ കോഴ്സ് ഫീ വരുന്നത് 2,999 ആണ്. 2,999 രൂപയാണ് ഇവിടെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. സോ ഈ കോഴ്സ് ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. +2 യോഗ്യതയുള്ള കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി യൂണിഫോം തസ്തിക ആഗ്രഹിക്കുന്നവരും വിഷമിക്കേണ്ട, അവർക്കും ഒരു ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് SSC CPO ചാമ്പ്യൻസ് ബാച്ച് ആണ്. നമ്മുടെ SSC CPO ചാമ്പ്യൻസ് ബാച്ച്. CPO എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ അല്ലേ. സോ കേന്ദ്ര സേനയിൽ ഒരു ഇൻസ്പെക്ടർ ആവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ്. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 21 മാർച്ചിനാണ്. ഈ ബാച്ചിലും 400+ hours ഓഫ് ലൈവ് ക്ലാസ്സസ്, അതേപോലെ 2 to 4 ക്ലാസ്സസ് ഡെയിലിയും വീക്ക്ലി 5 to 6 ഡേയ്സ് ക്ലാസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ ഈ ബാച്ചിന്റെ കോഴ്സ് ഫീ വരുന്നത് 2,999 ആണ്. 2,999 രൂപയാണ്. സോ ഇതെല്ലാം ഓൺലൈൻ ബാച്ചുകൾ തന്നെയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കംഫർട്ട് സ്പേസിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോ അപ്പോൾ ആരും ഈ അവസരങ്ങളൊന്നും മിസ്സാക്കരുത്. ഇനി കാത്തിരിക്കേണ്ട. ഒരു കേന്ദ്ര സർക്കാർ ജോലി എന്ന സ്വപ്നം നിങ്ങളുടെ മനസ്സിന്റെ ഏതെങ്കിലും കോണിലുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി ഇതിലൊക്കെ ജോയിൻ ചെയ്യുക. എന്നിട്ട് നന്നായി പഠിക്കുക. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ഒരുപാട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. സോ അടിപൊളിയായിട്ട് പഠിക്കുക. സൈലം SSCRRBയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ അതിൽ വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.